Hello dear students, welcome to EduPods. At a +1 computer science in the chapter number 1 to 12 ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഒന്ന് സെറ്റാക്കി നോക്കാം. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി 40-ന് മുകളിൽ നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്. യെസ്, സെറ്റാക്കി നോക്കാം. ചാപ്റ്റർ 1 to 12 റെഡി? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്? ഈ മോഡേൺ എന്നുള്ള ഒരു വാക്ക് കണ്ട ഒരു ഡൗട്ടും അടിക്കണ്ട, അലൻ ട്യൂറിംഗ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ രണ്ട് ഫാദറാണ് ചാപ്റ്റർ 1-ലുള്ളത്, മോഡേണും ഒന്ന് നോർമൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടറും. എന്താടാ? ചാൾസ് ബാബേജ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബേസ് ഓഫ്, ഈ ബേസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. മായൻ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 20 ആണ്, അതേപോലെ ബേസ് ഓഫ് ബാബിലോണിയൻ 60 ആണ്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് അല്ലേ? യെസ്, നെക്സ്റ്റ് വൺ, വൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഈ ഡയഗ്രാം എല്ലാവരും പാടി പഠിക്കണേ. ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ്, CPU, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ സ്റ്റോറേജ് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ അത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റമായി ചാപ്റ്റർ 3 മറ്റൊരു ക്വസ്റ്റ്യനുമായി. യെസ്, ഇതിൽ വരുന്ന മെഷീനാണ് ജോൺ വാൻ ന്യൂമാൻ ആണ് കണ്ടുപിടിച്ചത്. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് പറയും. എന്താ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ്? ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചുകൊണ്ട്. 5 ജനറേഷനാണ്, 1G, 2G, 3G, 4G, 5G. ആ ടെക്നോളജി ഒന്ന് നോക്കുക. 1Gയിൽ വാക്യൂം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ആ മൈക്രോ പ്രോസസ്സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് ഷഫിൾ ചെയ്ത് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് 3rd ജനറേഷൻ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക്, അല്ലെങ്കിൽ ആൻസർ എനി ത്രീ ജനറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പം ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 2-ൽ ബേസ് ഓർ റാഡിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ്. റെഡി അല്ലേ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. നമുക്ക് 4 നമ്പർ സിസ്റ്റം ഉള്ളത്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. അതറിയാത്തവരുണ്ടാവില്ലല്ലോ. ഡെസിമൽ 10 നമ്പേഴ്സ് അല്ലേ? 10 നമ്പേഴ്സ് 0 മുതൽ 9 വരെ. ബൈനറിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ 2 ആണ്, 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഒക്ടലിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്, 0 മുതൽ 7 വരെ. ഹെക്സാഡെസിമൽ, ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഹെക്സാ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 + 10 16. ബേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ. ഒരുപാട് കൺവേർഷൻസ് ഉണ്ട്, അതിന് വെറുതെ സമയം കൊണ്ട് കളയണ്ട, അത് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ മെത്തേഡ് ഓഫ് 3 methods representation of integers. We have 3 representation ആണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's complement, 2's complement. പാടി പഠിക്കണേ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's complement, 2's complement. അതൊക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നോട്ട് ചെയ്ത് സാറേ ഇതൊക്കെ എന്താണ്? എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പർ കിട്ടിയടാ, ഒരു നമ്പർ. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കണമെങ്കിൽ ആ കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷയാണ് 0s and 1s. അപ്പോൾ ആ നമ്പറിനെ 0നെയും 1ൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പോസിറ്റീവ് നമ്പർ വരാം, നെഗറ്റീവ് നമ്പർ വരാം. അപ്പോൾ അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതാണ് വി ഹാവ് 3 മെത്തേഡ്സ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1s, 2s. പഠിക്കാനുള്ള എളുപ്പമായി. ഒരു പോസിറ്റീവ് നമ്പർ തരും നിങ്ങൾക്ക്. ആ പോസിറ്റീവ് നമ്പറിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും 1's complement, 2's complement ഒക്കെ സെയിം ആണ്. നോക്കടാ, ബൈനറി ഓഫ് 26 കണ്ടാ? ഒരു 26ൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യാം. ബൈനറി ഫൈൻഡ് ചെയ്ത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അത് തന്നെ, 1s അത് തന്നെ, 2s അത് തന്നെ, ഒരു ചേഞ്ചും വേണ്ട. എന്നാൽ 2sന് അല്ല, നമ്മുടെ നെഗറ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ -26 ആണെങ്കിൽ ആദ്യം തന്നെ -26 ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ബൈനറി എഴുതാം. ബൈനറി എഴുതുന്നതിന് പ്രയാസമില്ല. അതിന് ശേഷം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ആദ്യത്തെ ബിറ്റ് ഉണ്ട്, ഫസ്റ്റ് ബിറ്റ്, അത് 0 ഉള്ളത് 1 ആക്കുക. വേറെ ഒരു ടാസ്കും ഇല്ല, ഒന്നും ചെയ്യേണ്ട, ബാക്കിയൊക്കെ അതേപോലെ ഇതാ. എന്നാൽ 1's complement ആണെങ്കിൽ ഈ ബൈനറിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക അല്ലേ? അത് ചെയ്താൽ 1's complement കിട്ടി. അതിനോട് കൂടെ 1 ആഡ് ചെയ്താൽ 2's complement ആയി. ടാസ്ക് ഈസ് ഓവർ. റെഡി, സെറ്റാണ്. എക്സ്പാൻഡ് ആസ്കിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാനുണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇവൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന മറ്റൊരു ടേമാണ് ഇസ്കി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. യൂണികോഡ്, യൂണിവേഴ്സൽ കോഡാണ്. ദെൻ എബ്സിഡിക്, എക്സ്റ്റൻഡഡ് ബൈനറി കോഡ്, ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് അല്ലേ? അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മാത്രം 8 ബിറ്റാണ്, 8 ബിറ്റാണ്. ഇത് 8 ബിറ്റാണ്, ഇത് 8 ബിറ്റാണ്, ഇത് മാത്രം 16 ബിറ്റാണ്. ഓർത്ത് വെക്കണേ. ഈ 4 തന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം പി കോഡ് 1 ഔട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, ബാക്കി 3ഉം 8 ബിറ്റാണ്, ഇത് മാത്രം 16 ബിറ്റാണ്. വളരെ വളരെ ഭംഗിയായിട്ട് പഠിക്കുക, ഫുൾ ഫോം പഠിക്കാം. യെസ്, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഡ്യുവൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരൊറ്റ ഡയഗ്രാം. കാണുന്ന 0 മൊത്തം 1 ആക്കുക, 1 മൊത്തം 0 ആക്കുക. പ്ലസ് വന്നാൽ ഡോട്ട് ആക്കുക, ഡോട്ട് വന്നാൽ പ്ലസ് ആക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരും നിങ്ങൾക്ക് എക്സാമിന്, x+y ഏതാണെന്നുള്ളത് ഞാൻ വെക്കാത്ത അതുകൊണ്ടാണ്. x+y ആണെങ്കിൽ പ്ലസ് ഉള്ളത് ഇൻറ്റു ആക്കുക, അത്രേ ഉള്ളൂ.
ഇനി 0+1 = 1 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 0നെ ജസ്റ്റ് 1 ആക്കും, പ്ലസിനെ ഡോട്ട് ആക്കും, 1നെ 0 ആക്കും, ഈക്വൽ ടു അതേപോലെ തന്നെ 1നെ 0 ആക്കും. ഇത്രേ ഉള്ളൂ. പ്ലസ് വന്നാൽ ഡോട്ട് ആക്കുക, ഡോട്ട് വന്നാൽ പ്ലസ് ആക്കുക, കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഡിഫൈൻ കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ x+x⁻=1. ഏതെങ്കിലും ഒരു ലോ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നു മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ട്രൂത്ത് ടേബിൾ വരക്കാം. എക്സും എക്സ് ബാറും വരച്ചാൽ x+x⁻ എന്തായിരിക്കും? ഈ എക്സ് എന്നുള്ളത് ഒരു സ്വിച്ച് അസ്യൂം ചെയ്യുക. ഒരു സ്വിച്ചിന് 0യും 1 മാത്രമേ വരുള്ളൂ. അപ്പോൾ 0 1 അത് ഇൻവേർട്ട് ചെയ്താൽ 1 0 ആണോ അല്ലേ? അപ്പോൾ 0+1 എന്താ? 1 ആണ്. 1+0 എന്താ? 1 ആണ്. എന്ത് സംഭവിച്ചാലും ആൻസർ 1 ആണ്. ഇതേപോലെ x.x⁻ഉം ചെയ്യാം. ഇത് ഒരു തിയറമാണ്. രണ്ടാമതൊരു തിയർ ഉണ്ട്. എന്താ? ഡ്യുവൽ കണ്ടാൽ മതി. എക്സിൻ്റെ ഡ്യുവൽ എക്സ് ആണ്, പ്ലസിൻ്റെ ഡ്യുവൽ ഡോട്ടാണ്, x⁻ ഡ്യുവൽ x⁻ തന്നെയാണ്, 1ൻ്റെ ഡ്യുവൽ 0 ആണ്. യെസ്, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കി പഠിച്ച് ചെയ്യൂലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഗേറ്റ് ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാൻഡ് ആൻഡ് നോർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ. അത് വെച്ചിട്ട് ബാക്കി എല്ലാ ഗേറ്റും ഉണ്ടാക്കാൻ പറ്റും. ഏതൊക്കെ ഗേറ്റ്സ് ആണ്? ആൻഡ്, ഓർ, നോട്ട്. ഈ 3 ബേസിക് ഗേറ്റ്സ് നാൻഡും നോർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നാൻഡ് ആൻഡ് നോർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയും. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് ചോദിച്ചത്. ഇതാ നാൻഡിൻ്റെ സിമ്പിൾ, ഇതാ ഡീഡ. നാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? നോട്ട് പ്ലസ് ആൻഡ് ആണ്. അപ്പം നോട്ട് ഇടുക അല്ലേ? നോട്ട് ഇടുക, ആൻഡ് ഇടുക. അതേപോലെ നോറിൻ്റെ സിമ്പിൾസ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 3ലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം 4 രജിസ്റ്റേഴ്സ് ആണ്. കമ്പ്യൂട്ടർ CPU-ൻ്റെ ഉള്ളത്തെ 4 രജിസ്റ്റേഴ്സ്, 5 രജിസ്റ്റേഴ്സ് ഉണ്ട്. അക്യുമുലേറ്റർ, MAR, MBR, IRPC. അക്യുമുലേറ്റർ അരിത്തമെറ്റിക് ALU-നെ സപ്പോർട്ട് ചെയ്യാനാണ് അക്യുമുലേറ്റർ. MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അഡ്രസ്സാണ് അതിലുണ്ടാവുക. MBR മെമ്മറി ബഫർ രജിസ്റ്റർ, ബഫർ ഡാറ്റയാണ് ഉണ്ടാവുക. PC പ്രോഗ്രാം കൗണ്ടർ, അടുത്തത് എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നത് PC. ദെൻ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തത് IR. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാം വേഴ്സസ് റോം. ഒരു ഡൗട്ടും വേണ്ട, ഷുവറാണ്. റാം വേഴ്സസ് റോം, നമ്മളെല്ലാവരും മൊബൈലിലുണ്ടാവും റാം. റാം പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇത് ബൂട്ടിംഗ് പ്രോഗ്രാമാണ്. ഇത് റാം എന്ന് പറഞ്ഞാൽ എന്താ? വൊളറ്റൈലാണ്. വൊളറ്റൈൽ. ഇത് വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ ലോസ് ആവും വെൻ ദ പവർ ഈസ് ഓഫ്. കറണ്ടിന് പോയ ഡാറ്റ മൊത്തം പോകും. നോൺ വോളറ്റൈൽ എന്നാൽ പെർമനൻറ്റ് ഡാറ്റ. ഇത് റീഡിങ്ങും റൈറ്റിങ്ങും പറ്റും. റാം മറ്റെന്താ? റീഡ് ഒള്ളി. ആ ടേമിൽ തന്നെ റീഡിങ് മാത്രമേ പറ്റുള്ളൂ. അല്ലോ റീഡിങ് ഒള്ളി. ഇത് ഫാസ്റ്റാണ്, മറ്റേത് എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. യെസ്, 3 ടൈപ്പ് റോമുകളുണ്ട്. ടൈപ്സ് ഓഫ് റോം ഷുവറാണ്. ടൈപ്സ് ഓഫ് റോമിൽ 3 സെക്ഷൻ. ഏതാ? പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒള്ളി മെമ്മറി. EEPROM ഇറൈസബിൾ ആണ്, വായിക്കാൻ പറ്റും. EEPROM ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒള്ളി മെമ്മറി. സെറ്റ് അല്ലടാ? വളരെ ഭംഗിയല്ലേ? സോ നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് മെമ്മറി ഡിവൈസ് അസെൻഡിങ് ഓർഡർ ഓഫ് ദയർ സ്പീഡ്. ഈ 4 മെമ്മറി തരും. ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്, രജിസ്റ്റർ. സ്പീഡ് അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ഏറ്റവും സ്പീഡ് ഉള്ളത് ആദ്യം രജിസ്റ്റർ. രജിസ്റ്റർ കഴിഞ്ഞാലാണ് ആര് വരിക? ക്യാഷ് വരിക, ദെൻ റാം, ദെൻ ഹാർഡ് ഡിസ്ക്. അപ്പോൾ അതിൻ്റെ റെഫറൻസിന് വേണ്ടിയാണ് ഈ ഡയഗ്രാം തന്നത്. സ്പീഡ് മുകളിലോട്ടാണ്, സ്പീഡ് സൈസ് താഴോട്ടാണ്. വേസ്റ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. 4 മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ്? റീയൂസ്, റീസൈക്കിൾ അല്ലേ? റീയൂസ് എന്നാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ നോക്കുക. സെക്കൻഡ് ഹാൻഡ് യൂസ്. ഇൻസിനറേഷൻ, കത്തിക്കുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. റീയൂസ്, കേടുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക. ദെൻ അത് ഉപയോഗിച്ച് വേറെ നീ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. റീസൈക്കിൾ, അല്ലെങ്കിലാണ് കൂട്ടിയിട്ടിട്ട് കത്തിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഇൻസിനറേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലാൻഡ് ഫില്ലിങ്. കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അതിൽ 3 സാധനങ്ങളുണ്ട്. ലെഡ്, മെർക്കുറി, കാഡ്മിയം. ലെഡ്, മെർക്കുറി, കാഡ്മിയം ഇത് 3ഉമാണ് ഡേഞ്ചർ. അതുകൊണ്ടാണ് ലാൻഡ് ഫില്ലിങ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കാനുള്ള കോഡ് പഠിച്ചു വെക്കാം. DFPM. എന്താ DFPM എന്ന് പറഞ്ഞാൽ ഡിവൈസിനെ മാനേജ് ചെയ്യുക, ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം? ചാപ്റ്റർ നമ്പർ 4ലേക്ക് എത്തി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 5 എലമെൻറ്റ്സ് ആണ്. ഏത് അൽഗോരിതം നിങ്ങൾ ആലോചിക്കുക. ആ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാക്കി എഴുതുന്നതിനെ പറഞ്ഞവരാണ് അൽഗോരിതം. ഏത് അൽഗോരിതം ഇൻഫിനിറ്റിക്ക് പോകില്ല. സ്റ്റെപ്സ് മസ്റ്റ് ബി ഫൈനൈറ്റ് ആണ്. രണ്ടാമത് ക്ലിയർ കട്ടാണ്, പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യുവസ് അല്ലേ? യൂസ് വേരിയബിൾ ടു റെഫർ ഡാറ്റ. വേരിയബിൾ ഇല്ലാതെ ഏർന്ന് കാര്യങ്ങൾ നടക്കില്ല. ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ? ഇറ്റ് ആൾവേസ് പ്രൊഡ്യൂസ് സം റിസൾട്ട്സ്. സോ നെക്സ്റ്റ് വൺ,
വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഓർ യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്? ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾ ഇതാ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ആണ്. ഇത് പാരലോഗ്രാം ആണ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ദെൻ റെക്റ്റാങ്കിൾ ഉണ്ട്, പ്രോസസ് ഓർ കാൽക്കുലേഷൻ. ലാസ്റ്റ് വൺ ഡയമണ്ട് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ഫൈനലി ആരോ മാർക്കുകൾ ഉണ്ടാവും കണക്ട് ചെയ്യാൻ, ഫ്ലോ ഓഫ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് വൺ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ കണക്റ്റർ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 4 അഡ്വാൻറ്റേജസ് ആണ്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, effective analysis, effective synthesis, efficient coding. എന്തെങ്കിലും കോഡ് പഠിച്ചേക്കുക. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യൻറ്റ് കോഡിംഗ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് വൺ, റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അൽഗോരിതം ചോദിക്കും. അൽഗോരിതം തന്നിട്ട് ചിലപ്പം ഫ്ലോ ചാർട്ടായും ചോദിക്കാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് തന്നിട്ട് അൽഗോരിതം ചോദിക്കാം. ചെയ്യേണ്ട ടാസ്ക് ഇത്രേ ഉള്ളൂ. ഏത് അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റാർട്ട് ആയിരിക്കും, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് ആയിരിക്കും. ദെൻ ഏത് അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടും ഉണ്ടാവും. അവിടെ ഇതിൻ്റെ ഇടയിൽ പ്രോസസ്സ് വർക്ക് ചെയ്യുക അല്ലേ? സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. അപ്പോൾ 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് എ, ബി, സി. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി എന്താണോ പ്രോസസ്സ്? എന്താ പ്രോസസ്സ്? ആഡ് ചെയ്യലാണ്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആഡ് ചെയ്തു, സം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ആവറേജ് കാണാം. ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ 3. ദെൻ നേരെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സം ആൻഡ് ആവറേജ്, സ്റ്റോപ്പ്. അതേ അൽഗോരിതം സ്റ്റാർട്ടിൻ്റെ സിമ്പിൾ കറസ്പോണ്ടിങ് ഡയഗ്രാമാണ്. സ്റ്റാർട്ട് അതാണ്. ഇൻപുട്ടിൻ്റെ എലമെൻ്റ് ആണ് പാരലോഗ്രാംസ്. സമ്മേ ഈക്വൽ ടു കണ്ടാൽ അത് റെക്റ്റാങ്കിൾ. പഠിച്ചോട്ടോ. സമ്മേ വീണ്ടും ഈക്വൽ ടു ആണ്. അപ്പോൾ ആവറേജ് ഈക്വൽ ടു സം ബൈ റെക്റ്റാങ്കിൾ. ദെൻ പ്രിന്റ് ആണ്, അപ്പം നേരെ പാരലോഗ്രാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്റ്റോപ്പ്. ടാസ്ക് ഈസ് ഓവർ. റെഡി അല്ലേ? സോ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് എറർ. ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. 3 ടൈപ്പ് എറർ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കാണാം. സിൻടാക്സ് എറർ. ആ സിൻടാക്സ് എറർ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഡ്യൂ ടു വയലേഷൻ ഓഫ് റൂളാണ്. മിസ്സിംഗ് ഓഫ് സെമിക്കോളം. സെമിക്കോളം ഇടാൻ മറന്നുപോയാൽ മിസ്സിംഗ് ഓഫ് സെമിക്കോളം ഇസ് ആൻ സിൻടാക്സ് എററാണ്. ദെൻ ലോജിക്കൽ എറർ, ബുദ്ധിയിൽ വന്ന എറർ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക്. ഓർത്ത് വെക്കേണ്ടത് ആൻസർ കിട്ടും. ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പഠിക്കേണ്ടത് ഉത്തരം കിട്ടും, പക്ഷെ കിട്ടിയ ഉത്തരം തെറ്റാണ്. ദാറ്റ് ഈസ് കോൾഡ് ലോജിക്കൽ എറർ. ഉത്തരം കിട്ടും, പക്ഷെ കിട്ടിയ ഉത്തരം തെറ്റാണ്. അതാണ് ലോജിക്കൽ എറർ. റൺ ടൈം എറർ. റൺ ടൈം എറർ ഒക്കർ എപ്പോഴാ? ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം. റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എറർ വരിക. യെസ്, ചാപ്റ്റർ നമ്പർ 5 ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് റൂൾസ് ഓഫ് ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് നെയിം ഫോർ വേരിയബിൾ. പാത്രത്തിന് പേര് കൊടുക്കുക. അപ്പോൾ ജസീം, എനിക്കൊരു പേര് കൊടുക്കുമ്പോൾ മുഹമ്മദ് ജസീം. അവർ അല്ല, എൻ്റെ പേരൻ്റെ എനിക്കിട്ട പേരാണ് മുഹമ്മദ് ജസീം. അപ്പം നമ്മൾ പേര് കൊടുക്കലാണ്. പേരിടൽ ചടങ്ങിൽ ഒരുപാട് റൂൾസുകളുണ്ട്. ഫസ്റ്റ് റൂൾ ഈസ് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്പേസസ് ആർ നോട്ട് അലൗഡ്സ്. രണ്ടാമത്തെ റൂള് ഇവിടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്സ്. ഇവിടെ ഫ്രണ്ടിൽ ടൂട്ടാണ്, സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്സ്. ശ്രദ്ധിച്ചോ, ഇൻഡ് നോട്ട് അലൗഡ്, കാരണം കീവേഡാണ്. കീവേഡ്സ് ആർ നോട്ട് അലൗഡ്സ്. അടുത്ത സെക്ഷൻ ക്യാപിറ്റൽ ഇൻഡ് ആണ്, അത് അലൗഡ് ആണ്. അണ്ടർസ്കോറും അലൗഡ് ആണ്. അപ്പോൾ 6 റൂൾസ് ആണ്. സ്പേസസ് ആർ നോട്ട് അലൗഡ്, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്, സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്, പിന്നെന്താ കീവേഡ്സ് ആർ നോട്ട് അലൗഡ്, ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ ആർ ഡിഫറെൻറ്റ്, ആൻഡ് ഫൈനലി അണ്ടർസ്കോർ ട്രീറ്റഡ് ആസ് ലെറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലിറ്ററൽസ്. 4 ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട്. ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, സ്ട്രിങ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പോയിന്റ് വരാത്ത നമ്പർ. ഇതിൽ പോയിന്റ് വരാത്ത നമ്പർ ഏതാ? 9. പോയിന്റ് വരുന്ന നമ്പർ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോട്ട്. അവിടെ പോയിന്റ് വരുന്ന നമ്പർ 9.0. സിംഗിൾ കോട്ട് മാത്രം ഇട്ടാൽ അത് ക്യാരക്ടറാണ്. സിംഗിൾ കോട്ട് ക്യാരക്ടറാണ്. ഡബിൾ കോട്ട് ഇട്ടാൽ, ഡബിൾ കോട്ട് എന്തിട്ടാലും അതെന്താ? സ്ട്രിങ് ആണ്. അപ്പോൾ ജസീം എന്ന് എഴുതിയാൽ അല്ലെങ്കിൽ എജുപോർട്ട് എന്ന് എഴുതിയാൽ അതൊക്കെ എന്താണ്? സ്ട്രിങ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ടോക്കൺ? ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞ പേരാണ് ടോക്കൺ. ടോക്കൺ ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. അല്ലേ? 5 ടൈപ്പ് ടോക്കണാണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം എന്ന് പറയാം. അല്ലെങ്കിൽ ടോക്കൺ എന്ന് പറഞ്ഞ പേര് നമ്മൾ കുട്ടികൾ കളിക്കുന്ന ചെറിയ ബിൽഡിംഗ് ബ്ലോക്കില്ലേ, അത് ആലോചിച്ചാൽ മതി. ഓരോ ചെറിയ പാർട്സിനെയും പറഞ്ഞ പേരാണ് ടോക്കൺ. 5 ടൈപ്പ് ടോക്കൺ ഉണ്ട്. പൊളിക്ക് എന്ന് പഠിച്ചു വെക്കാം. എന്താ പൊളിക്ക്? പൊളിക്കിൻ്റെ ഫുൾ ഫോം എന്താ? കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. കീവേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച റിസർവ് ചെയ്ത വേർഡ്സിനെ പറഞ്ഞ പേരാണ് കീവേഡ്സ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേരിടുക, പ്രൊവൈഡ് നെയിം ഫോർ എ വേരിയബിൾസ്. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഓപ്പറേറ്റർ എന്നാൽ എന്തോ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പ്ലസ് മൈനസ്. ദെൻ പി പങ്ക്ച്വേറ്റർ. സോ ചാപ്റ്റർ നമ്പർ 5 കയറാം. ചാപ്റ്റർ നമ്പർ 6 ഡാറ്റ ടൈപ്സ് ആണ്.
ഡാറ്റ ടൈപ്സ് ഷുവറാണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. എന്താ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ആദ്യം ഇൻറ്റ് ചോദിച്ചാൽ ആൻസർ എനി 3 ആണ്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ 3 ഏതെങ്കിലും 3 എഴുതിയാൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് 1 എഴുതുമ്പോൾ തന്നെ വെറുതെ ചുമ്മാ എഴുതിയാൽ പോരാ, അതിനെ പറ്റിയ എക്സ്പ്ലനേഷൻ വേണം. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ഇൻറ്റീജറാണ്, അല്ല ഇൻറ്റീജറാണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആണ്. പോയിന്റ് ഇല്ലാത്ത നമ്പറിനെ പറഞ്ഞവരാണ് ഇൻറ്റീജർ. മൂന്നാമത്തെ പോയിന്റ് എന്താ? പോയിന്റ് ഉള്ള ഏതെങ്കിലും പോയിന്റ് ഇല്ലാത്ത 2-3 നമ്പേഴ്സ് ചെയ്താൽ ഇറ്റ് റിക്വയർ 4 ബൈറ്റ് മെമ്മറി. അങ്ങനെയാണെങ്കിൽ അടുത്ത സാധനം എന്താ? ഫ്ലോട്ടാണ്. ഫ്ലോട്ടിൽ എന്തൊക്കെയാണ്? ഇറ്റ് റെപ്രസെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ആണ്. എക്സാമ്പിൾ 2.3, 1.4 എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും എക്സാമ്പിൾ ചെയ്താൽ ഇറ്റ് റിക്വയർ 4 ബൈറ്റ് മെമ്മറി. അടുത്ത ക്യാരക്ടറിലേക്ക് ഇറങ്ങാം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ ഇറ്റ് റെപ്രസെൻറ്റ് ക്യാരക്ടർ ആണ്. ക്യാരക്ടർ മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ എ, ഇറ്റ് റിക്വയർ 1 ബൈറ്റ് മെമ്മറി. ഈ ഈ ഫ്ലോട്ടിൻ്റെ വലിയ ആളാണ് ഡബിൾ റിക്വയർ 8 ബൈറ്റ് മെമ്മറി. ഒരു ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. വോയിഡ് മീൻസ് 0 ബൈറ്റ് മെമ്മറി. ഈ 5 എലമെൻറ്റ്സ് ഇങ്ങനെ തരും. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ സൈസ് അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മെമ്മറി കുറവുള്ളത് വോയിഡാണ്, ദെൻ ക്യാരക്ടറാണ്, ദെൻ ഇൻറ്റ്, ദെൻ ഫ്ലോട്ട്, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡബിൾ. മെമ്മറിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ ചോദിക്കും. അതിന് ബേസിക്കായിട്ട് ഈ ബോക്സുകൾ പഠിക്കണം. സോ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ എനി 3 ഓപ്പറേറ്റേഴ്സ്. ഏതെങ്കിലും ഒരു 3-4 ഓപ്പറേറ്റേഴ്സ് എഴുതി കൂടെ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ കേട്ട് പരിചയമുള്ളതാണ്. കൂട്ടൽ, കുറക്കൽ, അല്ലേ? ഗുണിക്കൽ, അരിക്കൽ, പെർസെൻറ്റേജ്. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലോജിക്കൽ ഗേറ്റ്സ് കേട്ടിട്ടുണ്ട്. ആൻഡ്, ഓർ, നോട്ട്. ഏതെങ്കിലും 3 ഓപ്പറേറ്റേഴ്സ് എഴുതി വെക്കാം. സോ നെക്സ്റ്റ് വൺ, ഈക്വൽസ്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഈക്വൽ 5 ആൻഡ് എ ഡബിൾ ഈക്വൽ 5. ഈക്വൽസ് കണ്ടാൽ ഇറ്റ്സ് ആൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അസൈൻ ചെയ്യലാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഡബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യലാണ്. അപ്പം ഇതെന്താ? എന്ത് ഓപ്പറേറ്ററാണ്? ഇറ്റ് ഈസ് എ റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഇത് അസൈൻ എ വാല്യൂ ടു ദ വേരിയബിൾ ആണ്. ഇത് ചെക്ക് ചെയ്യലാണ്. ചെക്ക് ദ വെദർ വേരിയബിൾ കണ്ടെയ്ൻ സം വാല്യൂ ഓർ നോട്ട്. ഡിഫറൻഷ്യേറ്റ്, റൈറ്റ് ഫോർ സ്റ്റേറ്റ്മെന്റ് ടു ഡിക്രിമെന്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ബൈ 1. അല്ലെ, ഒരു വേരിയബിൾ ഇപ്പോൾ എ എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 1 കുറയണം. അപ്പോൾ എ മൈനസ് ഒരു മെത്തേഡാണ്. മൈനസ് എ മറ്റൊരു മെത്തേഡാണ്. എ ഈസ് ഈക്വൽ ടു എ മൈനസ് 1 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ മൈനസ് ഈക്വൽ ടു 1. ഈ 4 മെത്തേഡ്സ്. ചിലപ്പം ഇത് പ്ലസ് ആണെങ്കിൽ എ പ്ലസ് എ ഈസ് ഈക്വൽ എ പ്ലസ് 1 ആൻഡ് എ പ്ലസ് ഈക്വൽ ടു 1. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ല, C++ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചോ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈനലി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. മക്കളെ, നോട്ട് ഫുള്ള് കമ്മ്യൂണിറ്റിയിൽ എത്തും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും, അല്ലേ? നിങ്ങളുടെ കയ്യിലെത്തും. സോ എല്ലാവരും ജോയിൻ ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് കയ്യിലെത്തും കേട്ടോ. കംപ്ലീറ്റ് നോട്ട്സ് ഉപകാരപ്പെടും. അടിപൊളിയാണ് ഈ സെക്ഷൻ കംപ്ലീറ്റ്. ഒരു 40+ മാർക്ക് കിട്ടും. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇൻറ്റ് എക്സ് കഴിഞ്ഞു. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വാല്യൂസ് കൂടി കൊടുക്കാം, കഴിയും. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം, 42. ദെൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഇൻ എക്സ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എക്സ്. ടാസ്ക് ഈസ് ഓവർ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. എല്ലാവർക്കും അറിയുന്നതാണ് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഫസ്റ്റ് ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അതറിയാത്തവർ ഒറ്റ ആളുണ്ടാവില്ല. യൂസിങ് നെയിം സ്പേസ് STD, അല്ലേ? സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ് കൊടുക്കണേ. യൂസിങ് നെയിം സ്പേസ് STD. പലപ്പോഴും ചോദിക്കുന്നതാണ് IO സ്ട്രീം എന്തിനുള്ളതെന്ന് വെച്ചാൽ സി ഔട്ടും സി ഇന്നിനും, അല്ലേ? ഇൻറ്റ് മെയിൻ എഴുതേണ്ടതൊക്കെ എഴുതാം. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. ഇനി ഒരു എക്സാമ്പിൾ കൂടി എഴുതി വെച്ചാൽ അടിപൊളിയായി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എക്സാമ്പിൾ കൂടിയാണ് എഴുതി വെക്കുക. ഒരു സി ഔട്ട് ഇട്ടൊരു എക്സാമ്പിൾ. ചാപ്റ്റർ നമ്പർ 7ലേക്ക് ഇറങ്ങാം. ചാപ്റ്റർ നമ്പർ 7 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, LCF ലാഡറും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസമാണ്. LCF ലാഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഓപ്ഷൻസുകളാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. അതും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. 4 ഡിഫറൻസാണ് പഠിക്കേണ്ടത്. LCF ലാഡറിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഇത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. LCF ലാഡറിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും സപ്പോർട്ട് ചെയ്യും. ഇറ്റ് സപ്പോർട്ട് ഓൾ ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഓൾ ദ റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇത് സപ്പോർട്ട് ചെയ്യും.
എന്നാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ സ്വിച്ചിൻ്റെ കേസിലാണെങ്കിൽ എന്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇക്വാലിറ്റി മാത്രം. 2 പോയിൻ്റായി. മൂന്നാമത്തെ പോയിന്റ്, ഇതിലാണെങ്കിൽ ഏത് റേഞ്ച് വാല്യൂസും പറ്റും. എനി റേഞ്ച് ഓഫ് വാല്യൂസ് പറ്റും. LC ലാഡറിൽ ഇൻറ്റ്, ക്യാരി, ഫ്ലോട്ട് ഒക്കെ പറ്റും. പക്ഷേ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇൻറ്റും ക്യാരക്ടറും മാത്രമേ വരാൻ പാടുള്ളൂ. പാടി പഠിച്ചോ. ലാസ്റ്റ് വൺ, എൽസീഫ് അവസാനത്തെ സാധനം എൽസ് ആണ്. അപ്പോൾ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇഫ് നോ മാച്ച് ഫൗണ്ട് എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. എന്നാൽ സ്വിച്ചിൻ്റെ കേസിലാണോ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ അവസാനത്തെ സാധനം ഈസ് ഡീഫോൾട്ടാണ്. ആ 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി, വെറുതെ നമ്മൾ ഓവർ ആക്കണ്ട. യെസ്, ഈ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പഠിക്കുക. ഇവിടെ എന്താ ഇക്വാലിറ്റി, അവിടെ റിലേഷൻ, ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ ഇവിടെ പറ്റുള്ളൂ. ഇവിടെ ഏത് റേഞ്ച് വാല്യൂസും പറ്റും ഇൻക്ലൂഡിങ് ഫ്ലോട്ട്. നോ മാച്ച് ഫൗണ്ട് ചെയ്താൽ അവിടെ എന്താ ഡീഫോൾട്ടാണ് വർക്ക് ചെയ്യുക. ഇവിടെ നോ ബ്ലോക്ക് അല്ലേ, ഇഫ് നോ മാച്ച് ഫൗണ്ട് എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. 4 പോയിന്റ് മാത്രം പഠിക്കുക, ഒഴിവാക്കാം. സ്വിച്ചിൻ്റെ സിൻടാക്സ് അറിയുന്നതാണ്. സ്വിച്ച് ഒരു കണ്ടീഷൻ എഴുതാം. സ്വിച്ചിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് കേസ്. ഒരുപാട് വാല്യൂസ് വരാം. ആ വാല്യൂ എഴുതിയതിന് ശേഷം ബ്രേക്ക് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒന്നും വർക്ക് ചെയ്തില്ല, അവസാനം വർക്ക് ചെയ്യുന്ന സാധനമാണ് ഡീഫോൾട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ കൊടുക്കുന്നത് ഇൻറ്റീജറും ക്യാരക്ടറും മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ. ഇൻറ്റീജറും ക്യാരക്ടറും മാത്രം. കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചത് കേസ് 2.5 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റാണ്, കാരണം കേസ് വാല്യൂ മസ്റ്റ് ബി ഇൻറ്റീജർ ഓർ ക്യാരക്ടർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. യെസ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. അവിടെ മക്കളെ എന്താണ് ഇത്, എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ഇത് എന്താണെന്ന് അറിയാത്തവർ പഠിച്ചോ. ഇതിനെ പറഞ്ഞ പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. എന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ തന്നെ പറഞ്ഞ പേരാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ. ഇതിനെ ഈഫെൽസിലേക്ക് മാറ്റി എഴുതാനാണ് ചോദിച്ച്. ഈഫെൽസ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? ആണെങ്കിൽ അല്ലെങ്കിൽ. അപ്പോൾ ആണെങ്കിൽ എന്താണെങ്കിൽ ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18. എന്നെ കേൾക്കേണ്ട CS മക്കൾക്ക് എല്ലാവർക്കും ഇതാണ്. അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണ്. ആണെങ്കിൽ സി ഔട്ട് പാസ്ഡ്. അത്രേ ഉള്ളൂ. ഇവിടെ 3 ഓപ്ഷൻസ് ആണ്. ഇത് കണ്ടീഷനാണ്, ഇതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അതും വർക്ക് ചെയ്യും. അപ്പോൾ ഫാൾസ് ആണ് കേസ്, സി ഔട്ട് ഫെയിൽഡ് എന്ന് എഴുതാം. ടാസ്ക് കഴിഞ്ഞ്. സോ നെക്സ്റ്റ് വൺ, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് തമ്മിലുള്ള ഡിഫറൻസ്. എൻട്രി കൺട്രോൾ ലൂപ്പ് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ അല്ലേ. എൻട്രി കടക്കുമ്പോൾ നിങ്ങളെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ, കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യണമെന്നില്ല, നോ ഗ്യാരണ്ടിയാണ്. മറ്റേ അറ്റ്ലീസ്റ്റ് വൺസ് വർക്ക് ചെയ്യും. സോ നെക്സ്റ്റ് വൺ, 4 കമ്പണൻസ് ഓഫ് ലൂപ്പ്. സ്ഥിരം ചോദ്യമാണ് കമ്പണൻസ് ഓഫ് ലൂപ്പ്. 4 കമ്പണൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യലൈസേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ രണ്ടാമത്തെ സാധനമാണ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. മൂന്നാമത്തെ സെക്ഷൻ ആണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് അപ്ഡേഷൻ. എന്താണോ ചേഞ്ച് വരുന്നത്. അപ്പോൾ 4 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് ബോഡി ആൻഡ് ഫൈനലി അപ്ഡേഷൻ. സെറ്റ് അല്ലേ. സോ നെക്സ്റ്റ് വൺ, ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. സ്ഥിരം ചോദ്യമാണ്. ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂവിൽ എന്താ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് ഞാൻ ഈ സെക്ഷൻ ഇവിടെ ബ്രേക്ക് ആവുകയാണ്. ബ്രേക്ക് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എവിടെ ബ്രേക്ക് ആവുക? 5-ൽ എത്തുമ്പോൾ ബ്രേക്ക്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ലൂപ്പിൽ 5 എത്തുമ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 1 2 3 4 അല്ലേ. 5 എത്തുമ്പോൾ ബ്രേക്ക് ആവും. ഇനി ഇതല്ല, ഇവിടെ കണ്ടിന്യൂ ആണെങ്കിൽ കണ്ടിന്യൂവിൻ്റെ അർത്ഥം എന്താ? സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 5 സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആൻസർ ഈസ് 1 2 3 4 ദെൻ 6 7 8 9 10. എന്ത് സ്കിപ്പ് ആവൂടാ? ആ 5 സ്കിപ്പ് ആവും. ശ്രദ്ധിച്ചോ, 5 സ്കിപ്പ് ആവും. അപ്പോൾ ഇവിടുത്തെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കണ്ടിന്യൂവിലുള്ള മെയിൻ ടേം ആണ് സ്കിപ്പാണ്. ഇത് എക്സിറ്റ് ഫ്രം ദ ലൂപ്പാണ്. വാട്ട് ഈസ് എൻ അറേ? അറേ എന്ന് പറഞ്ഞാൽ എന്താടാ? സത്യത്തിൽ അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഒരേപോലുള്ള സാധനത്തിനെ പറഞ്ഞ പേരാണ് അറേ. കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് റെഫറൻസ് കണ്ട സിംഗിൾ നെയിമാണ്. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻറ്റീജർ അറേ. ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്യണ ഇൻറ്റ് A of 10. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ചോദ്യം. ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം പഠിക്കണേ, സെറ്റാക്കി പഠിക്കണേ. ഫസ്റ്റ് എന്ത് സോർട്ട് ചെയ്യണമെങ്കിലും സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച് ചെയ്യലാണ്. സോർട്ട് ചെയ്യണ നമ്പേഴ്സ് കിട്ടണം. സ്റ്റാർട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം, എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. ആ നമ്പേഴ്സ് കിട്ടിയതിന് ശേഷം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. മെയിനായിട്ട് വേണ്ടത് ഈ 2 സ്റ്റെപ്പാണ് അല്ലേ. 2 സ്റ്റെപ്പ് കമ്പയർ ചെയ്യും. അടുത്തടുത്ത നമ്പർ തമ്മിലാണ് ഇത് കമ്പയർ ചെയ്യുക. കമ്പയർ 2 adjacent നമ്പർ. ഇഫ് ദേ ആർ നോട്ട് ഇൻ പ്രോപ്പർ ഓർഡർ ദെൻ സ്വാപ്പ് ചെയ്യുക. ദെൻ റിവൈസ് ചെയ്യുക ലിസ്റ്റ്, സോർട്ട് ചെയ്യുക, പ്രിൻ്റ് ചെയ്ത സോർട്ടറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ഷുവറാണ്
ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിലുള്ള പേജസ് ഒക്കെ ഓർഡർലി അറേഞ്ച്ഡ് ആണ്, അത് ബൈനറി സെർച്ച് ആണ്. ഓർഡർലി അറേഞ്ച്ഡ് ആണ് ബൈനറി സെർച്ച്, ഓർഡർലി അറേഞ്ച്ഡ് അല്ല എങ്കിൽ ലീനിയർ സെർച്ച്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ബുക്കിൻ്റെ ബൈൻഡിങ് എടുത്ത് ഒഴിവാക്കിയാൽ എന്താണ്ടാവുക, പലതും പല പേജുകളായി മാറും. അവിടെ ഉള്ള ആ മെത്തേഡാണ് ലീനിയർ സെർച്ച്. കണ്ട, ലീനിയർ സെർച്ച് എലമെന്റ്സ് നീഡ് നോട്ട് ബി ഇൻ എനി ഓർഡർ. ഓർഡറിൽ ഉണ്ടാവില്ല, ഇത് ഓർഡറിലാണ്, സോർട്ടഡ് ഓർഡറിലാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അല്ലേ, ടേക്ക് മോർ ടൈം ആണ്, ഇത് ലെസ് ടൈം എടുക്കുള്ളൂ, കുറച്ച് ടൈം എടുക്കുള്ളൂ. യെസ്, വിസിറ്റഡ് ഓൾ എലമെന്റ്സ്, എല്ലാ പേജും ഞാൻ തപ്പേണ്ടി വരും എന്നാലേ എലമെന്റ് കിട്ടുള്ളൂ. അവിടെ അങ്ങനെ വേണ്ടി വരില്ല, നെവർ വിസിറ്റഡ് ഓൾ എലമെന്റ്സ്. യെസ്, അറേ ഈസ് ലാർജ്, സ്മോൾ ആണ്, സ്മോൾ ആണെങ്കിൽ നല്ലത്, സ്യൂട്ടബിൾ ലീനിയർ സെർച്ചിൻ്റെ കേസിൽ. മറ്റത് ബൈനറി സെർച്ചിൻ്റെ കേസിലാണെങ്കിൽ എന്താ, ഏത് വലിയ സൈസ് ആണെങ്കിലും ഓക്കെയാണ്, സെറ്റ് അല്ലേ. യെസ്, അപ്പം നെക്സ്റ്റ് വൺ, സീന് സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വൺ വേർഡിനൊക്കെ വരും. സീനും ഗെറ്റ്സും നമ്മൾ വ്യത്യാസം എന്താണ്? സീനിൻ്റെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താ സീനിൽ സ്പേസ് കണ്ടാൽ ആൾ സ്റ്റോപ്പ് ആവും. എന്താ, സ്പേസ് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ആവും, അതാണ് വ്യത്യാസമുള്ളത്. ഇപ്പോൾ വന്ദേ മാതരം എന്ന് കൊടുത്താൽ വന്ദേ വരുള്ളൂ, ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുത്താൽ ഹാപ്പിയേ വരുള്ളൂ. ശ്രദ്ധിക്കണേ. സീൻ. കൺസോൾ ഫങ്ഷൻസ് 4 ഫങ്ഷൻസ് ആണ് ഇവിടെ. ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഗെറ്റ്സ്, പുട്സ്. ടാസ്ക് ഈസ് ഓവർ. അപ്പോൾ ഈ ഫംഗ്ഷൻ പഠിക്കണം. അതേപോലെ 3 സ്ട്രീം ഫങ്ഷൻസ്, ഗെറ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, ഗെറ്റ് ലൈൻ, റൈറ്റ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഒരുപാട് പഠിക്കാണ്ടോ? ഇല്ല, ഇത്ര മതി. ഫംഗ്ഷനിൽ വെയിറ്റേജ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൽ ആ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് പഠിക്കുക. ആർ എന്നുള്ള പഠിച്ചു വെച്ചാൽ മതി. reduce the program size, reduce the complexity, reduce the chances of error and reusable. ഒരൊറ്റ കാര്യം കൂടി പഠിക്കാം, തമ്മിലുള്ള വ്യത്യാസം, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അതേപോലെ കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്, അത് മതി. ദാറ്റ്സ് ഓൾ. അതോടൊപ്പം റിക്കർഷനും. യുവർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് റിക്കർഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ 10 ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം അത് പഠിച്ചാൽ മതി, ഒരു 40 മാർക്കിൻ്റെ മുകളിൽ കിട്ടും. പക്ഷേ ചാപ്റ്റർ 11 ടോപ്പോളജി പഠിക്കാതെ പോകരുത്. യെസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഡീറ്റെയിൽ സെക്ഷൻ നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ എക്സാം മറ്റന്നാൾ അല്ലേ, വ്യാഴാഴ്ച നമ്മുടെ രാവിലെ മോർണിംഗ് 5 o'clock നമുക്ക് റോക്ക് റിവിഷനായിട്ട് ക്യുക്കായിട്ട് കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, എന്നാൽ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച്.